ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ESP മീഡിയയുടെ 6ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് കുന്നത്ത് നാട്ടിലെ വാർത്തകളെല്ലാം തന്നെ ജനമനസ്സുകളിലേക്ക് എത്തിച്ചിട്ടുള്ള ചാനലാണ് ESP. ഇന്ന് 6ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഇന്ന് ഈ വേദി ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് കഴിഞ്ഞ 6 വർഷക്കാലമായി ESP മീഡിയയുമായിട്ട് സഹകരിച്ച ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. ചില വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മൾ ഇന്ന് ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ, ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഒരു കൈഡികളുടെ ഇതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാം വളരെ പ്രഗത്ഭനായിട്ടുള്ള മെന്റലിസ്റ്റ് ഫാസിൽ സാറിന്റെ മെന്റലിസം ഷോയും വേദിയിലുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറയാതെ തന്നെ എല്ലാ തിരക്കുകൾക്കിടയിൽ അതെല്ലാം മാറ്റിവെച്ച സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ആദരപൂർവ്വം തന്നെ സ്വാഗതം ചെയ്തു. ഈ വേദിയിലേക്ക് ആദ്യമായി ഇൻവൈറ്റ് ചെയ്യുന്നത് KH മുഹമ്മദ് അവർകളാണ്. അദ്ദേഹം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇബ്രാഹിമിന്റെ ബ്രദർ കൂടിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. വെൽക്കം സർ. ഇദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റൊരു സഹോദരൻ കൂടിയുണ്ട്. അദ്ദേഹത്തെയും എല്ലാവർക്കും അറിയാം, സാമൂഹിക സാംസ്കാരിക രംഗത്തെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് സിദ്ദിഖ് ഹസൻ. അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. സർ, വെൽക്കം. ഞങ്ങളുടെ ഇബ്രാഹിം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ESP പെരിങ്ങാലയുടെ എൻ്റെ സ്വന്തം പെരിങ്ങാല എന്ന ഈ ചാനൽ, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത വിവരണം ഇവിടെ നൽകി. ഈ 6ാം വാർഷികം പങ്കെടുക്കാനെത്തിയിട്ടില്ല ബഹുമാനപ്പെട്ട നമ്മുടെ MP ബെന്നി ബെഹനാൻ ചേട്ടൻ, പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീനിജൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിലാമോ, സാമൂഹിക കലാരംഗത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന വിജേഷൻ സാമ്രാജ് അടക്കമുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ കേരളത്തിൽ അങ്ങോട്ടുള്ള ഹാസ്യപക്ഷമുള്ള നിരവധി ആളുകളാണ്, നിരവധി പ്രമുഖരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഗുരുവിന് വേണ്ടി, എൻ്റെ സ്വന്തം പെരുമാറ്റത്തിന് വേണ്ടി പ്രത്യേകം ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു സർ. ESP എന്ന മീഡിയ ഒളിഞ്ഞിരുന്ന ഫേസ്ബുക്കിലൂടെ എന്നോടൊപ്പം കഴിയുമ്പോൾ ഇതുപോലത്തെ ചില വേല ഒപ്പിച്ചിരുന്നു എന്ന് എനിക്കിപ്പോൾ കാണാൻ കഴിയും. ചിലർക്ക് ചില അടയാളങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും, ചിലർക്ക് ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അതിനുള്ള അവസരങ്ങളാണ് നാം നേടിക്കൊടുക്കേണ്ടത്. എൻ്റെ ഉമ്മ 13 പ്രസവിച്ചിട്ടുണ്ട്. 9 മക്കളെയാണ് വളർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 13ാമത്തെ മകനാണ് ഇബ്രു എന്ന് നിങ്ങൾ അറിയപ്പെടുന്ന ഞങ്ങളുടെ ഇബ്രാഹിം. അപ്പൊ ഞങ്ങളുടെ 13ാമത്തെ മകനായ ഇബ്രു ഇത്തരം കൈത്താങ്ങുകളിലൂടെ പോകുന്ന അഭിമാന മുഹൂർത്തത്തിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദവും അഭിമാനവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം എന്നോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സുഹൃത്തുക്കൾ, ഞാൻ ഇന്ന് മനോജ് ഗിന്നസ് എന്ന് പറയപ്പെടുന്ന മനോജും ഉണ്ണി ശിവപാലും ഞങ്ങളൊക്കെ കൂടി ആദ്യകാലത്ത് ഒരു മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കി. കൊച്ചിൻ ടൂറിയേഴ്സ് എന്നൊക്കെ പേരെഴുതി വെച്ച് അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകുമായിരുന്നു. എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുവാനും ഇതൊക്കെ എടുക്കാനൊക്കെയാണ് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അവരൊക്കെ ഇന്ന് അറിയപ്പെടുന്ന കലാകാരന്മാരായി മാറി എന്നതിൽ ഈ അഭിമാന മുഹൂർത്തത്തിൽ ബെന്നിച്ചേട്ടനും ശ്രീനിജനും ഒക്കെയുള്ള ഈ വേദിയിൽ നിൽക്കുവാനും എൻ്റെ അനുജന്റെ അഭിമാന നേട്ടത്തോടൊപ്പം
നിൽക്കാൻ എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം കഴിഞ്ഞതിന് സർവശക്തന് സ്തുതിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവാർഡ് ജേതാക്കളായി എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ രണ്ടുപേരും അതോടെ നിൽക്കണം സർ പ്ലീസ്. ഇനി ESP മീഡിയയുടെ അമരക്കാരനായ എനിക്കൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ കഥ, തിരക്കഥ, സംഭാഷണം, അതുപോലെ തന്നെ ഗാനം, ക്യാമറ, മേക്കപ്പ് ഒന്നും പറയണ്ട, എന്ത് വേണ്ട, എന്താ പറയുക, ചിത്ര സംയോജനം ഒറ്റയ്ക്ക് നിർവഹിച്ച ഒരേ ഒരു വ്യക്തിയുള്ളൂ. ആ വ്യക്തി ആരാണെന്ന് അറിയില്ലേ? ആരായിരിക്കും? കേട്ടില്ല? യെസ്. അപ്പോ നമ്മുടെ ഈ ഒരു ESP ചാനലിന്റെ അമരക്കാരനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യാണ്. ഇബ്രു, മിസ്റ്റർ ഇബ്രു, നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ഇബ്രുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുക. നല്ലൊരു കൈയടിയോട് ബിൽഡപ്പ് വേണ്ടായിരുന്നു. ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാൻ പാടില്ലാതെ നിൽക്കണം. ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ആക്ഷൻ പറയാൻ നേരത്തെ കുറേ കട്ടൊക്കെ പറയും. അപ്പോൾ നമസ്കാരം, ഈ എൻ്റെ സ്വന്തം പരിപാടിയിലേക്ക് സ്വാഗതം, അല്ലെങ്കിൽ ESP വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 15 ടേക്കൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ശരിയാവണം. അതൊരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് ചെയ്യും. പക്ഷേ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ ലൈവായിട്ട് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അത് എല്ലാവർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കിട്ടും. എനിക്ക് എന്നാലും ഒരുപാട് സംസാരിക്കുന്നില്ല. ഒരുപാട് പേര് ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിമർശനമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്താണെങ്കിലും ESP മീഡിയ ഇപ്പോൾ 6 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ESP മീഡിയയിലൂടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് തന്നെ. അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ഒരു വേദിയിൽ ഇന്നിങ്ങനെ നിൽക്കാൻ തന്ന ലേഖകർക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അൽമാസ് ഷിഹാബ്, മബ്രൂക്ക് ജ്വല്ലറി, ഏച്ചൽ ഗ്രൂപ്പ് പേരിന്, അതുപോലെ ഒരുപാട് പേര്, നാസർക്ക കരുമോളിൽ ഒരുപാട് പേര് എൻ്റെ ഈ ഒരു ചാനലിൻ്റെ അവരൊരു പരസ്യത്തിന് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ് അവർ സ്പോൺസർ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണെങ്കിലും ഒരുപാട് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ചാലക്കുടിക്കാരുടെ എല്ലാം പ്രിയങ്കരനായ MP ബെന്നി ഇവിടെ അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് സർ. നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടുകൂടിയാണ് എൻ്റെ സ്വന്തം പരിഗണന ഇതിൻ്റെ ആരാണ് ആശയക്കുറിച്ച് ഈ സദസ്സിൻ്റെ പ്രകടനം, ഈ സദസ്സിൻ്റെ വെളിപ്പെടുത്തുന്നത് മനസ്സിൽ അംഗീകരിച്ചിട്ടുണ്ട്. 6 വർഷക്കാലത്തെ ESP പ്രവർത്തനം, ESP വളർന്നു. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം പരിഗണനയും ഉയർത്താൻ വേണ്ടിയിട്ടുള്ളത് അഭിമാനത്തോടെ ഒരു മീഡിയ എന്ന നിലയിൽ സ്വാഭാവികമായും അതിൻ്റെ പ്രഥമ പരിഗണന വാർത്തകൾ എത്തിക്കുകയാണ്. ആ വാർത്തകൾ എത്തിച്ചപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ അറിയേണ്ട, മനസ്സിലാക്കേണ്ട, പരിചയപ്പെടേണ്ട ഒട്ടേറെ വ്യക്തികൾ, ഒട്ടേറെ സംഭവങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ESP. അതുമാത്രമല്ല, ഒരു നാടിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള വേദനകൾ, ഒരു നാടിൻ്റെ വളർച്ചയുടെ വ്യത്യസ്ത മുഖങ്ങൾ ESP പകർത്തിയെടുത്ത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹായത്തിൻ്റെ, സഹകരണത്തിൻ്റെ എല്ലാ മേഖലകളും ESP അതിൻ്റെ കയ്യൊപ്പ് ചാർത്തിയെന്ന് അഭിമാനത്തോടുകൂടി ഞങ്ങളും ESPയുടെ സുഹൃത്ത്. ഞങ്ങൾ ESPയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിമാനമുണ്ട്. ഞങ്ങളുടെ പൊതുജീവിതത്തിൻ്റെ വളർച്ചയിൽ ഇപ്പോഴും
സഹായിച്ചിട്ടുണ്ട് എന്ന് നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഇബ്രുവിൻ്റെ കുടുംബയുടെ സിദ്ധിക്കൻ്റെ ഏകാല സുഹൃത്താണ്. ആ കുടുംബത്തിൻ്റെ ചരിത്രം ഇവിടെ സൂചിപ്പിക്കുമ്പോൾ അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഞാൻ ഇബ്രുവിനെ മറ്റൊരു കാര്യത്തിൽ കൂടി അംഗീകരിക്കുന്നു. ഇന്ന് ESP ഒരുപക്ഷെ ഇബ്രു ഇതിൻ്റെ തുടക്കം കുറിച്ചത് അങ്ങ് വിദേശത്ത് നിന്നാണെങ്കിൽ ഏത് വിദേശിയുടെ മനസ്സിനും സ്വന്തം നാടെന്ന് പറയുന്ന ഒരു വികാരമുണ്ട്, ഒരു അഭിമാനം. ഞാൻ ഈ ഇബ്രുവിനെ ഏറ്റവും കൂടുതൽ അനുമോദിക്കുന്നു. ലോകത്തിലെ ഏത് വിളിച്ചു ഞാൻ പെരിങ്ങാലെന്ന് അറിഞ്ഞില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം പെരിങ്ങാല എന്ന പേര് ചേർത്ത് ഈ നാടിൻ്റെ ഒരു വികാരത്തെ ഒരു ഗൃഹാതുരത്വത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ക്ഷണിക്കുന്നതിന് പറ്റുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ വിശിഷ്ടതയോടുകൂടി, അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, നന്ദിയോടുകൂടി ESPയുടെ 6ാം വാർഷിക പരിപാടി ഞാൻ പങ്കെടുക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. തുടർന്ന് നിങ്ങളുടെ ചൈത്രയാത്ര മുന്നോട്ട് പോകുന്നു. കൂടുതൽ ഈ ESPയെ കുറിച്ച് ആളുകൾക്ക് അറിയാം. ESP ലോകത്തിന് പലതും അറിയാൻ കഴിയുമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രതിനിധികളും താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇവിടെ ESPയോട് സഹകരിച്ചിട്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ തൻ്റെ ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഒരുപാട് ഫോളോവേഴ്സിനെ നേടിയെടുക്കുകയും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് മിസ്റ്റർ ഫാസിൽ ബഷീർ. അദ്ദേഹത്തെ ആദരവോടുകൂടി തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം സർ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇനിയും അവാർഡ് വാങ്ങാറുണ്ട്. അതുപോലെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. മാത്രമല്ല മെന്റലിസം ഷോയിൽ ഏകദേശം എന്തായാലും ഒരു 2 മണിക്കൂറോളം നിങ്ങളോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കേണ്ടതുകൊണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. വേദിയിലേക്ക് ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്തു. മിമിക്രി സിനിമാ ലോകത്ത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ വ്യക്തിയാണ് മനോജ് വിനസ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം സർ. അധികം സംസാരിക്കുന്നില്ല. കരിമുകളിൽ നിന്നും ഒരു മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് പെരിങ്ങാലയിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് എന്നും വരും. അവസാനപ്പോൾ റഫീഖ്, സിദ്ധി, ഞങ്ങളെല്ലാം കൂടെ കുറച്ച് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം മനസ്സിലായി മിമിക്രി കൊണ്ട് തന്നിട്ട് കാര്യമില്ല, ജോലി നേടിപ്പോകുന്നു. ഞാൻ കുറച്ച് മിമിക്രിയൊക്കെ വെച്ചേക്കിട്ട് എറണാകുളത്തേക്ക് പോയി ചെറിയൊരു കലാകാരനായിട്ട് വളർന്നു. അതിനിടയ്ക്ക് യൂട്യൂബ് ചാനലുകളെല്ലാം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് എനിക്കൊരു ചെറിയ യൂട്യൂബ് ഇൻ്റർവ്യൂ പരിപാടി നടന്ന. ഒരു ദിവസം ഒരു കലാകാരൻ പെരിങ്ങാലിൽ നിന്ന് ഇബ്രുവിനെ വിളിച്ചു. ചേട്ടൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. താങ്ക് യു. ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ESPൻ്റെ 6ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു ഉപഹാരം നൽകിയതിന് എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വളരെ ആദരപൂർവ്വം തന്നെ UDS നായർ, മിമിക്രി സിനിമാ ലോകത്തെ വളരെയധികം പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വം. വെൽക്കം സർ.
എല്ലാ കാര്യങ്ങളെയും വളരെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ അന്നും മുമ്പതിൽ ISP മീഡിയയുടെ സാധ്യതയിൽ എൻ്റെ അപ്പമിത്രം ശ്രീ ഇബ്രുവിനും അദ്ദേഹത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒപ്പം എനിക്ക് നൽകിയ യാതനവിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ വേദിയിലേക്ക് ആദ്യപൂർവ്വം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് സീനിയർ നമ്മുടെ സിനിമാ ലോകത്തെ വളരെ പ്രഗത്ഭനായിട്ടുള്ള സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റാണ് ചെലക്കുളം റഹ്മാൻ സർ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞങ്ങൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് സർ. നമ്മുടെ ആരാധനയായ ബെന്നിച്ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഇത് കിട്ടിയത് വലിയ സന്തോഷം. ചെറുപ്പം പോലെ അടുപ്പുള്ള ഒരാളാണ്. KSN സംസ്ഥാന പ്രസിഡന്റ് പലപ്പോഴും എൻ്റെ മിമിക്രി കുടിക്കുമെന്ന് ഞാൻ പിന്നെ ESP ഇബ്രു എന്നൊരു ഇൻ്റർവ്യൂ ഏകദേശം 15,000 വ്യൂസ് വന്നു. സിനിമ ഇല്ലാതിരുന്ന് എനിക്ക് ഇപ്പോൾ 5-6 സിനിമകൾ കിട്ടി. അതിൻ്റെ കാരണം ഇബ്രുവിൻ്റെ ESP ചാനലിന് 6ാമത് വാർഷികം ആവശ്യമാണ്. ഇബ്രുവിന് ഒരുപാട് നന്ദി, ആശംസകൾ നേരുന്നു. കൺഗ്രാജുലേഷൻ ഇബ്രു ആൻഡ് ബെന്നിച്ചേട്ടൻ. താങ്ക് യു സർ, താങ്ക് യു നമ്മുടെ ആത്മീയനായ MP ബെന്നി സർ. ഒരുപാട് നന്ദി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു ഈ ഒരു കുന്നത്ത് നാടിൻ്റെ MLA ശ്രീനിജൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞങ്ങൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഏറ്റവും സ്നേഹമുള്ള ബെന്നിച്ചേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട ESP മീഡിയ ഏറ്റവും കൂടുതൽ ന്യൂസ് ചെയ്തതിൻ്റെ പേര് ഇബ്രുവിനെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വഴക്ക് കിട്ടുന്നത് എനിക്ക് വേണ്ടി ന്യൂസ് ചെയ്തതിനായിരിക്കാം. കാരണം ഇബ്രുവിൻ്റെ കുടുംബം നമുക്ക് എല്ലാവർക്കും അറിയാം, യുഡിഎഫ് കുടുംബം. പല ആളുകളും തെറ്റിദ്ധരിച്ച് കുറെ എനിക്ക് വേണ്ടിയാണ് ന്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലുമല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഞാൻ കോലഞ്ചേരി കോളേജിൽ ചെന്നപ്പോൾ NSSൻ്റെ ക്യാമ്പിൽ സാറിന് മനസ്സിലായെന്ന് ചോദിച്ചു. നമ്മളൊരു ഓർമ്മയില്ല. സാറ് കാരണമാണ് ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുന്നത്. അത് പറയാൻ കാരണം ആ കുട്ടി +2 പരീക്ഷ കൃത്യസമയത്ത് ഫീസ് അടക്കാൻ കഴിഞ്ഞില്ല. അത് ഇമ്പ്രൂവ് വഴി ആ വിഷയം എൻ്റെ അടുത്ത് വരികയും ഒരു ദിവസം ഉള്ളു ആകെ ഫീസ് അടക്കി. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് പരീക്ഷ കൺട്രോളിനടുത്ത് പോയി സ്പെഷ്യൽ സാങ്ഷൻ മേടിച്ച് ആ കുട്ടി പരീക്ഷ എഴുതി വെച്ച് ഡിഗ്രി 3rd ഇയർ പഠിക്കുകയാണ്. അപ്പം അതിന് ഞാൻ ഇവരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അങ്ങനെ നിരവധി നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വരാതെ പോകുന്ന നിരവധിയായിട്ടുള്ള വാർത്തകൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ എപ്പോഴും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിലപ്പുറം ഇബ്രുവിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത അത് പലപ്പോഴും ന്യൂസ് ചെയ്യുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ വിഷയത്തിലേക്കുള്ള ആത്മാർത്ഥതയാണ് ഇപ്പോൾ
ഇപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഈ ESPയുടെ അർത്ഥം ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ സ്വന്തം പെരിങ്ങാലെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇബ്രുവിൻ്റെ ഒരു കൂട്ടം, സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ, അത് ഈ വേദി തന്നെയാണ് അതിന് സാക്ഷ്യം. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽ പെടുന്ന ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും ആളുകൾ എല്ലാ കക്ഷിയിലും പെടുന്ന ആളുകൾ ഒരു വേദി പങ്കിടുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യം അതാണ് ഇബ്രുവിൻ്റെ ഒരു ശക്തി എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് ഇബ്രുവിന് ഇനിയും കൂടുതൽ എനിക്കുകൊണ്ട് സിദ്ദിഖാസനും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ മീഡിയയുടെ ശക്തി, അതായത് പുതിയ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ മസ്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഇബ്രുവിന് വരട്ടെ എന്ന് കൂടിയ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നിർത്തുന്നു. നമസ്കാരം. വേദിയിലേക്ക് ആദരവ് നൽകാനായി ഇൻവൈറ്റ് ചെയ്യുന്നത് മിമിക്രി സിനിമാ ലോകത്തെ തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് എൽദോ സർ. ഫിലിം ആക്ടർ എൽദോ സാറിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ്. നമസ്കാരം. ഒരുപാട് വർഷങ്ങളായിട്ട് പ്രോഗ്രാം പരിചയമാണ്. അതുപോലെ സിദ്ദിഖ് ഫസ്റ്റിംഗാണ് കാണുന്നത്. ഒരുപാട് കേട്ടാണ് പേര്. അതുപോലെ സാറ് ഒരുപാട് സന്തോഷം. ഇത്രയും വിശിഷ്ട വ്യക്തികളുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ ആണോടൊരു കാര്യം പറയുന്നത്, ഏതൊരു മിമിക്രി അവതരിപ്പിച്ചിട്ടില്ല. അത് മിമിക്രിയും അനുചേട്ടനൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം സെറ്റ്. അപ്പോൾ എന്തായാലും സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നത് 2012 ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇന്റർവ്യൂ തേടി പ്രോഗ്രാം എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ ഒരു വളർച്ചയിലും അതുപോലെ തന്നെ ESP മീഡിയയുടെ വളർച്ചയിലും ഇതുപോലെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. മിസ്റ്റർ ജോജി തോമസ് സാറിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഗൾഫ് നാടുകളിലും അതുപോലെ അമേരിക്കൻ നാടുകളിലൊക്കെ പോയി പ്രൊഡ്യൂസറാണ്. അതുപോലെ തന്നെ ഒരുപാട് സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ ഒരു ഷോ അമേരിക്കയിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. യാദൃശ്യമായിട്ട് നാട്ടിലധികം വിളിക്കുന്നത് സിദ്ദിഖ ഞാനിവിടെ ഉണ്ട്. ഇങ്ങനെ ESPയുടെ ഒരു പ്രോഗ്രാം പരിപാടികളാണ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സിദ്ദിഖ ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് നമ്മളതൊന്നും കണ്ടത് അങ്ങനെ ഒരുപാട് പേര് ഈ രീതിയിൽ കണ്ട് അമലേട്ടനെയും നമ്മുടെ ജിൻഡോ ലാഭവൻജിൻ്റെ എത്തിയിട്ടുണ്ട്. നാദൃക എല്ലാവരെയും കൊണ്ട് ഈ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. ഇവരെ കാണാം, ഇവരെ ആവശ്യമായിട്ട് എല്ലാവരും മീറ്റ് ചെയ്യാനുള്ളത് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ESP മീഡിയയ്ക്കും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിദ്ദിഖിക്കാൻ വേണ്ടിയവർക്കും വളരെ നന്ദി. നമസ്കാരം. ഈ ഹാളിന്റെ തന്നെ ഓണറും അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന സാർ ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. എനിക്ക് ഇവിടെ കയറി ഇങ്ങനെ ഇതിനുള്ളൊരു അർഹതപ്പെട്ട അങ്ങനെ സൂക്ഷിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ കൊണ്ട് കഴിഞ്ഞു പോയാൽ അതോടുകൂടി എല്ലാം തീരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ അടുത്ത തലമുറ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു, ഇങ്ങനെ ഒരു വ്യക്തി പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടെന്ന്. അതിന് ദൃഷ്ടാന്തമാണ് നമ്മുടെ അനുജൻ ഇബ്രു നടത്തുന്ന ഈ പ്രവർത്തനങ്ങളും. ഞാൻ ഒറ്റ വാക്കിൽ അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ മംഗളങ്ങളും നേരുകയും എല്ലാ അഭിനന്ദനങ്ങളും നേരുകയും സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ വേദിയിലേക്ക്
ആദരപൂർവ്വം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ചാർലി, ഫുക്രി എന്നീ സിനിമകളിലൂടെ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗാനരചയിതാവായിട്ടുള്ള ഫൗസിയ അബൂബക്കർ അവരുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. വിവാഹിതയായി പെരിങ്ങാലയിലേക്ക് വന്ന അന്ന് മുതൽ എൻ്റെയും സ്വന്തം പെരിങ്ങാല തന്നെയാണ്. അവിടെ നിന്നൊരു അവാർഡ് ലഭിച്ചത് ഒരുപാട് സന്തോഷം. ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഈ വേദിയിലേക്ക് നമ്മൾ പറയേണ്ട നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് അതേപോലെ ലീലാമ്മ ചേച്ചി ഇപ്പം നമുക്ക് കുറച്ച് കാലമായിട്ട് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ലീലാമ്മ ചേച്ചി. മകനെയും അറിയാം, സോഷ്യൽ മീഡിയയിലൂടെ ഡാൻസ് കളിച്ച് വൈറലായ ലീലാമ്മ ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു കഴിവോടുകൂടി അറിയും മകനെയും വേദി മകൻ സന്തോഷിനെയും വേദിയിലേക്ക് ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്ന മകൻ കാരണമാണ് അവയ്ക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചത്. ഡാൻസിലൂടെ ഇന്നിപ്പോൾ സിനിമയിൽ വരെ ഓപ്പർച്യൂണിറ്റി ലഭിച്ചു കഴിഞ്ഞു. ലീലാമ്മ ചേച്ചി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങൾ നല്ലൊരു കഴിവോടുകൂടി. എന്താ ലീലാമ്മ ചേച്ചി പറയാനുള്ളത്? ഒരു ഡാൻസിലൂടെ ഇന്ന് അവാർഡ് വരെ വേദിയിൽ വരെ എത്തി നിൽക്കുകയാണ്. എനിക്ക് എന്താണ് പറയുന്നത് എനിക്കറിയില്ല. എന്നാലും ദൈവത്തിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടെ എൻ്റെ അപ്പനും അമ്മയും ഈ സ്റ്റേജിൽ തന്ന് ഇത് മേടിക്കാനും ഇത് സ്വീകരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഇബ്രുമോനും എൻ്റെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി. ലീലാമ്മ ചേച്ചിയെ ഒരു വേദിയിൽ അനുവദിക്കാനുള്ള അവസരം കിട്ടിയില്ല, വലിയ സന്തോഷം. കാരണം ചേച്ചിയുടെ ഡാൻസ് വൈറലായി കഴിഞ്ഞപ്പോൾ ശിവൻകുട്ടി മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് എനിക്ക് നേരിട്ടൊരു കോൾ വന്നു. നിങ്ങളുടെ നാട്ടുകാരിയാണല്ലോ, ഇപ്പം ഞാൻ എൻ്റെ സ്ഥിതിയിൽ ഉണ്ടായിരുന്നില്ല ആ ഡാൻസ്. നിങ്ങളുടെ നാട്ടുകാരിയാണ്, ഉടനടി എവിടെയാണ് താമസം അതിൻ്റെ ഡീറ്റെയിൽസ് സംഘടിപ്പിച്ച് തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചേച്ചി ഇവിടെ മോറക്കാലയിലാണ് താമസിക്കുന്നത് വരെ ഞാൻ അറിയുന്നത്. പിന്നെ തപ്പിപ്പിടി ഞാൻ സന്തോഷിൻ്റെ ഫോൺ നമ്പർ വിളിച്ചു. വലിയ സന്തോഷം. കേരളം മുഴുവൻ താരമായ ഒരാൾ നമ്മുടെ സ്വന്തം പെരിങ്ങാല മുറക്കാലയിലാണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. പ്രത്യേക അഭിനന്ദനം. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ഇബ്രു എന്താ പറയുക, ഈ പെരിങ്ങാലയിൽ ESP ഒക്കെ ആവുന്നതിന് മുമ്പ് ഞങ്ങൾ നല്ലൊരു കളിക്കൂട്ടുകാരാണ്. പക്ഷേ ഇബ്രുവിൻ്റെ കയ്യിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ സ്വന്തം പെരിങ്ങാല എന്ന ഈ പരിപാടി വളർന്നത് ESP ആയി മാറി. ഇനി ഒരുപാട് അങ്ങോട്ട് വളർന്ന് വലുതാവട്ടെ എന്ന് ആശ്വസിച്ചു വരികയാണ്. പിന്നെ ഇങ്ങനൊരു അവാർഡ് എനിക്കും എൻ്റെ അമ്മയ്ക്കും തന്നാണ് എപ്പോഴും നന്ദി അറിയിച്ചു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഈ വേദിയിലേക്ക് ആദരപൂർവ്വം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അൽസാജ് കിച്ചൺ എല്ലാവർക്കും പറയാം, സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം എല്ലാവരുടെയും